Hello everyone, welcome again to Sangeethaandleo channel. So ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് 3 simple 5-minute hairstyles ആണ്. ഇത് കംപ്ലീറ്റ്ലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഹെയർ സ്റ്റൈൽ ആണ്. അപ്പോൾ അതുകൊണ്ട് കോളേജിൽ പോകുന്ന കുട്ടികൾക്ക്, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക്, ഈവൻ വർക്കിന് പോകുന്ന ആൾക്കാർക്ക് ഒക്കെ സിമ്പിൾ ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആൻഡ് ഫാസ്റ്റ് ഹെയർ സ്റ്റൈൽസ് ആണ്. നമ്മുടെ ആദ്യത്തെ ഹെയർ സ്റ്റൈൽ ഹാഫ് പോണിറ്റെയിൽ ആണ്. ഇത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹാഫ് പോണിറ്റെയിൽ ആണ്. അപ്പം ഹാഫ് പോണിറ്റെയിൽ കിട്ടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ബാൻഡാണ്. കുറച്ച് തിന്നായിട്ടുള്ള, പ്രിഫറബിളി ബ്ലാക്ക് കളർ ആയിട്ടുള്ള ബാൻഡ് സെലക്ട് ചെയ്യാം. വലിയ ബാൻഡ് സെലക്ട് ചെയ്യുമ്പോൾ വൃത്തി ഉണ്ടാവില്ല കേട്ടോ ഹെയർ സ്റ്റൈലിന്. അപ്പോൾ ഞാൻ ഇത് കെട്ടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം മുകളിൽ നിന്ന് ഒരു പാർട്ടീഷൻ ചെയ്യാം, മിഡിൽ പാർട്ടീഷൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പോർഷൻ ഓഫ് ഹെയർ അത് മുകളിൽ നിന്ന് താഴത്തേക്ക് ആ പാർട്ടീഷനിലൂടെ മുടീനെ ഇങ്ങനെ വലിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വലിക്കുമ്പോൾ അവിടെ കണ്ടേ ചെറിയൊരു ഗ്യാപ്പ് കാണുന്നുണ്ട്. അത് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. മുടി ജസ്റ്റ് ഇതേ സൈഡിലേക്ക് ഇങ്ങനെ ഒന്ന് വലിച്ചാൽ മതി. ആ വലിച്ചപ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ഫോമായി. അപ്പോൾ നമ്മുടെ സാധാരണ ഹാഫ് പോണിറ്റെയിൽ നിന്നും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള, സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലായി മാറി. ഇത് ഹാർഡ്ലി ഒരു മിനിറ്റ് എടുത്തുള്ളൂ കേട്ടോ എനിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. നിങ്ങൾക്ക് വർക്കിനും ഓഫീസിനും സ്കൂളിനും പെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവം കേട്ടോ. രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ മുടി സൈഡ് പാർട്ടീഷൻ ചെയ്യാം. എന്നിട്ട് ഒരു സൈഡിൽ നിന്നുള്ള മുടി ഇതുപോലെ ട്വിസ്റ്റ് ചെയ്യാം. ഓരോ ഇഴകളും, പുതിയതായിട്ടുള്ള ഇഴകൾ എടുത്തിട്ട് വേണം ട്വിസ്റ്റ് ചെയ്യാനായിട്ട് കേട്ടോ. ഓരോ ഇഴ എടുത്തു, എന്നിട്ട് ആ ട്വിസ്റ്റ് ചെയ്ത ഭാഗത്തു നിന്ന് വീണ്ടും ട്വിസ്റ്റ് ചെയ്തു. അങ്ങനെ മുടി ട്വിസ്റ്റ് ചെയ്ത് ഇവിടെ വരെ എത്തുമ്പോൾ ഒരു പിന്നെടുത്തിട്ട് നല്ലോണം ഒന്ന് സെക്യൂർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മുടി മുഴുവൻ എടുത്തിട്ട് ഒന്ന് മെടയാം. മെടഞ്ഞ് കഴിഞ്ഞിട്ട് ആദ്യം നല്ലോണം ടൈറ്റായിട്ട് മെടയണം. എന്നിട്ട് ആ മെടച്ചുള്ള ഓരോ മുടികൾ പതുക്കെ അപ്പുറത്തും ഇപ്പുറത്തായിട്ടൊന്ന് പുല്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ പുല്ല് ചെയ്യുമ്പോൾ മുടിക്ക് നല്ല ഉള്ളുള്ള പോലെ തോന്നും, നല്ല വലുപ്പമുള്ള മുടിയായിട്ട് നമുക്ക് തോന്നപ്പെടും. അപ്പോൾ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. നല്ല ഒരു നീറ്റ് ലുക്കാണ്, നീറ്റ് ഹെയർ സ്റ്റൈലാണ് ഇത് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ട് ഹെയർ സ്റ്റൈൽ കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് ഹെയർ സ്റ്റൈലിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി ഒരു ലോ പോണിറ്റെയിലാണ്, ഒരു ഫാൻസി ലോ പോണിറ്റെയിലാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് കുറച്ച് സമയം, തുടക്കത്തിലൊക്കെ ഒരു 5 മിനിറ്റ് ഒക്കെ എടുക്കുമായിരിക്കും. പിന്നെ പ്രാക്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1 മിനിറ്റിനുള്ളിൽ ഇത് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഒരു ലോ പോണിറ്റെയിൽ എടുക്കാണ്. അപ്പോൾ മുടി ജസ്റ്റ് രണ്ട് ഫ്രണ്ടിലത്തെ കുറച്ച് പോർഷൻ മുടി രണ്ട് സൈഡിൽ നിന്നും മാറ്റി വെച്ചിട്ട് സെൻറ്ററിൽ മാത്രം ഇത്രയും മുടി എടുത്തിട്ട് ഒന്ന് കെട്ടാം. പോണിറ്റെയിൽ കെട്ടാം, ലോ പോണിറ്റെയിൽ കേട്ടോ. അത്ര ഒരുപാട് ഹൈ ആക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് റൈറ്റ് സൈഡിലുള്ള മുടി ഇങ്ങനെ എടുത്തിട്ട് അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് മുകളിലുള്ള പോർഷൻ ഇതേപോലെ പോണിറ്റെയിലേക്ക് ഒന്ന് ചുറ്റിയിട്ട് ആ മുടിയുടെ താഴെ ഒന്ന് നല്ലോണം പിൻ ചെയ്ത് വെക്കുക, സെക്യൂർ ചെയ്യുക. യു പിൻ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ സൈഡ് വെച്ചിട്ട് മുടി അങ്ങനെ നല്ലോണം ഒന്ന് സെക്യൂർ ചെയ്യാം. ഇതേപോലെ തന്നെ അടുത്ത സൈഡിലും ചെയ്യാം. ഇനി ബാക്കിയുള്ള പോർഷൻ ആദ്യം ചെയ്ത പോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. താഴെ കിടക്കുന്ന ആ മുടി ഇതേപോലെ പോണിറ്റെയിലിനെ, അതായത് നമ്മുടെ ബാൻഡ് ഉണ്ടല്ലോ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ചുറ്റി നേരത്തെ എവിടെയാണ് പിൻ ചെയ്ത് അതേപോലെ തന്നെ വീണ്ടും ആ പോയിന്റിന്റെ താഴെ സെക്യൂർ ചെയ്യാം. എന്നിട്ട് അടുത്ത സൈഡിലും ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. നല്ല അടിപൊളി സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലോ പോയിന്റിൽ കിട്ടിയില്ലേ? നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്? നല്ല സെക്യൂർ ആയിട്ട് ഇരുന്നോളും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ 3 ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് വിത്തിൻ 5 മിനിറ്റ്സിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് താഴെ കമന്റ് സെക്ഷനിൽ എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ഫ്രം മീ. ടാറ്റാ.